എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് അച്ഛൻ അവൾക്ക് അയച്ചു കൊടുത്ത അഡ്രസ് ഡ്രൈവറെ കാണിച്ചു. ഡ്രൈവർ ആ അഡ്രസ്സ് ലക്ഷ്യം വെച്ച് കാർ പായിച്ചു. ഉറക്കം വരാതെ കണ്ണു തുറന്ന് മുകളിലോട്ട് നോക്കിക്കിടക്കുകയാണ് നമ്മുടെ പാറുക്കുട്ടി. അങ്ങനെ തന്നെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് അച്ചമ്മയുടെ നേരെ തിരിഞ്ഞു കിടന്നു. മരതകവും ത്രയംബകനും ഒന്നിച്ചോ അച്ചമ്മേ? അവര് കല്യാണം കഴിച്ചോ? അങ്ങനെയാണെങ്കിൽ രുദ്രനോ? പാറുക്കുട്ടി നിർത്താതെ തൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പാറുക്കുട്ടിയുടെ നിർത്താതെയുള്ള ചോദ്യങ്ങൾ കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അച്ചമ്മ പതിയെ കൈമുട്ടുകുത്തി എഴുന്നേറ്റ് കട്ടിലിൽ കാല് നീട്ടിയിരുന്നു. പാറുക്കുട്ടി പെട്ടെന്ന് അച്ചമ്മയുടെ മടിയിൽ തന്നെ തല വെച്ച് അച്ചമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. ഹലോ മാഡം, സ്ഥലമെത്തി. ഡ്രൈവറുടെ വിളി കേട്ട് ജാനകി ഞെട്ടി ഉണർന്നു. അവൾ മെല്ലെ കാറിൽ നിന്നിറങ്ങി. സിറ്റിയിൽ നിന്ന് അല്പം മാറി ഒരു മനോഹരമായ 2 നില വീട്, തെക്കൻ വീട്. അവൾ ഗേറ്റിന് മുന്നിൽ ബാഗും തൂക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴേക്കും അവിടേക്കൊരു സെക്യൂരിറ്റിക്കാരൻ വന്നു. ആരാ, എന്തു വേണം? അയാൾ ജാനകിയോട് ചോദിച്ചു. മിസ്റ്റർ ദേവദത്തൻ സാറിൻ്റെ വീടല്ലേ? അതെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. സെക്യൂരിറ്റി അവളെ ഒന്ന് നോക്കി ശേഷം ഗേറ്റ് തുറന്നു കൊടുത്തു. അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. അകത്തേക്ക് നടക്കുമ്പോഴും അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. വീടിൻ്റെ സ്റ്റെപ്പ് കയറും തോറും അവളുടെ ധൈര്യം ദൂരെ എങ്ങോ പോയ പോലെ തോന്നി. അവൾ വീടിനകത്ത് കയറി ഹാളിൽ നിന്ന് ചുറ്റും നോക്കി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ദേവദത്തിൻ്റെ വലിയ ഫോട്ടോയിൽ പതിച്ചു. അവളുടെ അമ്മയുടെ അച്ഛൻ, മുടി നരച്ചെങ്കിലും ഭംഗിയുള്ള മുഖം. അവൾ ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. താൻ ഇതുവരെ കാണാത്ത മുത്തശ്ശൻ. ആരാ? ആ വിളി കേട്ട് ജാനകി കണ്ണുകൾ തുടച്ച് ഒരു ചിരിയോടെ തിരിഞ്ഞു. ജാനകിയുടെ അമ്മയുടെ ജ്യേഷ്ഠൻ കൃഷ്ണൻ്റെ മകൾ രമ്യയായിരുന്നു അത്. ജാനകി മറുപടി പറയുമ്പോഴേക്കും ആരാ രച്ചു അത്? 2ാം നിലയിൽ നിന്ന് ഒരു കനഗംഭീര ശബ്ദം കേട്ട് രമ്യയും ജാനകിയും അങ്ങോട്ടേ നോക്കി. ദേവദത്തൻ പരുന്തിൻ്റെ തലയുടെ രൂപം കൊത്തിയ വാക്കിംഗ് സ്റ്റിക്കുമായി സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു. തലയും മുടിയും നരച്ചെങ്കിലും വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നു. വയസ്സായെങ്കിലും ഗംഭീരമായ ഒരു സിംഹം നടന്നു വരുന്നത് പോലെ തോന്നി ജാനകിക്ക്. ജാനകി അദ്ദേഹത്തെ തന്നെ ആരാധനയോടെ നോക്കി നിന്നു. അദ്ദേഹം ജാനകിയുടെ അടുത്ത് വന്ന് നിന്നു. ആ സമയം അങ്ങോട്ടേക്ക് ദേവദത്തൻ്റെ ഭാര്യ ദേവകിയും മരുമകൾ അനിതയും അങ്ങോട്ടേക്ക് വന്നു. നീ ആരാ കുട്ടി? ദേവദത്തൻ ജാനകിയെ നോക്കി ചോദിച്ചു. ജാനകി ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ നിന്നു. ആദ്യം അവളെക്കുറിച്ചുള്ള സത്യം മറച്ചു വെച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് വേണ്ടെന്ന് തോന്നി. സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു. ഒന്ന് അവളെ തന്നെ നോക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ഒരു ദീർഘശ്വാസം വലിച്ചു. അവളുടെ ഭയമെല്ലാം ഒളിപ്പിച്ച് ധൈര്യം സംഭരിച്ച ദേവദത്തൻ്റെ കണ്ണിലേക്ക് നോക്കി. മുത്തച്ഛ, ഞാനാ നിങ്ങളുടെ പേരക്കുട്ടിയ, കൗസല്യയുടെ മകൾ ജാനകി. ജാനകി പറഞ്ഞത് കേട്ട് ദേവദത്തൻ ശില പോലെ അവിടെ തന്നെ നിന്നു. ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന ദേവദത്തനെ ജാനകി നോക്കി നിന്നു. ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ അദ്ദേഹത്തിൻ്റെ മുഖത്തെന്ന് ജാനകിക്ക് മനസ്സിലായില്ല. ദേവകിയുടെയും രമ്യയുടെയും അനിതയുടെയും മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. അതെ, സന്തോഷത്തോടെ തന്നെ ദേവകി ജാനകിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്ത് വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു, മോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇപ്പോഴാണോ ഈ മുത്തശ്ശനെയും മുത്തശ്ശിയും ഓർമ്മ വന്നത്? അത് കേട്ട് ജാനകി തല കുനിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതുപോലൊരു മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങൾക്കുണ്ടെന്ന്. അച്ഛനും അതെ, അമ്മയും അതെ, എന്നോടും ചേട്ടനോടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ജാനകി കരയാൻ തുടങ്ങി. അത് കണ്ട് ദേവകി അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അനിതയും രമ്യയും അവളെ ആശ്വസിപ്പിക്കാനായി അടുത്തേക്ക് വന്നു. അത് കണ്ടു നിന്ന ദേവദത്തൻ ജാനകിയുടെ അരികിലേക്ക് വന്നു. അവളുടെ മുഖത്തിന് നേരെ കൈ നീട്ടി. ജാനകി ഒരടി പ്രതീക്ഷിച്ച് പേടിയോടെ കണ്ണുകൾ മുറുക്കെ അടച്ചു. പക്ഷേ അവളെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട്
ദേവദത്തൻ അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. അവൾ കണ്ണുകൾ തുറന്ന് സ്നേഹത്തോടെ ദേവദത്തനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പെട്ടെന്ന് മുത്തശ്ശ എന്ന് വിളിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവദത്തനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹവും അവളെ തിരികെ പുണർന്നു. ദേവദത്തന്റെ കണ്ണുകളും നിറഞ്ഞു. അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അനിതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവളെ മുറിയിലേക്ക് കൊണ്ടുപോ. യാത്ര ചെയ്ത് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ദേവദത്തൻ പറഞ്ഞത് കേട്ട് രമ്യയും അനിതയും ചേർന്ന് അവളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു യുദ്ധം പ്രതീക്ഷിച്ച് നിന്ന ജാനകിക്ക് അവരുടെ പെരുമാറ്റം കണ്ട് സന്തോഷവും അത്ഭുതവും തോന്നി. തന്നോട് ഇതുവരെ ഇവരുടെ കാര്യം മറച്ചുവെച്ച അമ്മയോട് ചെറുതായി ഒരു ദേഷ്യവും അവൾക്ക് തോന്നി. ദേവകി സന്തോഷത്തോടെ ജാനകി പോകുന്നത് നോക്കി നിൽക്കുന്ന ദേവദത്തൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു. അദ്ദേഹം നിറ കണ്ണുകളോടെ ദേവകിയെ നോക്കി. ദേവകിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഓഫീസിൽ നിന്ന് തിരികെ വരികയാണ് ദേവദത്തിൻ്റെ മകൻ കൃഷ്ണനും കൃഷ്ണൻ്റെ മകൻ റാമും. ടൗണിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് റോഡിലൂടെ 1 കിലോമീറ്റർ പോയാലാണ് തെക്കൻ വീടെത്തുക. റാം കാർ ഹൈവേയിൽ നിന്ന് ആ പോക്കറ്റ് റോഡിലേക്ക് തിരിച്ചു. ആ റോഡിലൂടെ 1/2 കിലോമീറ്റർ സഞ്ചരിച്ചതും വിരൂപയായ അന്ന് അമ്പലത്തിലുണ്ടായിരുന്ന അതേ സന്യാസി അവരുടെ കാറിന് മുന്നിൽ തടസ്സമായി വന്നു നിന്നു. സന്യാസിയുടെ വരവ് പെട്ടെന്നായതുകൊണ്ട് തന്നെ റാം സഡൻ ബ്രേക്ക് ഇട്ടു. എവിടെ നോക്കിയാടോ നടക്കുന്നത്? കണ്ണ് കണ്ടുടേടോ നിങ്ങൾക്ക് വല്ലതും പറ്റിയാലോ എന്നു ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ സന്യാസി വഴി മാറിക്കൊടുത്തു. റാം അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുമ്പോഴും ആ സന്യാസിയെ ഒന്ന് നോക്കി. ആ സന്യാസി അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് ശ്രദ്ധ മാറ്റി ഡ്രൈവിങ്ങിലേക്ക് തിരിഞ്ഞു. നീ എന്നെ തേടി വരും കുഞ്ഞേ, നീ എന്നെ തേടി വരും എന്ന ഒറ്റയ്ക്ക് പുലമ്പിക്കൊണ്ട് റാമിന്റെ കാർ പോകുന്നത് നോക്കി സന്യാസി അങ്ങനെ തന്നെ നിന്നു. റാമും കൃഷ്ണനും വീടിനകത്തേക്ക് കയറി. അപ്പോൾ ഹാളിന്റെ സോഫയിൽ ദേവദത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. റാമും കൃഷ്ണനും അദ്ദേഹത്തിന്റെ അരികിൽ വന്നിരുന്നു. അച്ഛൻ എന്തിനാ ഞങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞത്? പുഞ്ചിരിയോട് തങ്ങളെ നോക്കി നിൽക്കുന്ന ദേവദത്തനോട് കൃഷ്ണൻ ചോദിച്ചു. അത് ഞാൻ പറയാം അച്ഛാ. അതും പറഞ്ഞുകൊണ്ട് രമ്യ ഓടി വന്നു. റാമിൻ്റെയും കൃഷ്ണൻ്റെയും നടുവിൽ കയറിയിരുന്നു. നമുക്കൊരു അതിഥിയുണ്ട്, രമ്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ആര്? റാം ആകാംക്ഷയോടെ ചോദിച്ചു. അതിനു മറുപടിയായി രമ്യ കൈ ചൂണ്ടിക്കാണിച്ചു. റാമും കൃഷ്ണനും രമ്യ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അനിതയുടെയും ദേവകിയുടെയും കൂടെ ഒരു ഇളം നീല ചുരിദാർ അണിഞ്ഞ് മുടി അഴിച്ചിട്ട് സുന്ദരിയായി നടന്നു വരുന്ന ജാനകി അവർ കണ്ടു. റാമാണെങ്കിൽ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. ചെറുകാറ്റിൽ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ കൈകൊണ്ടൊതുക്കി ചെറുപുഞ്ചിരിയോടെ നടന്നു വരുന്ന ജാനകിയെ കണ്ടപ്പോൾ അവന് സ്വർഗലോകത്തിൽ നിന്ന് ഒരപ്സരസ് ഇറങ്ങി വരുന്നത് പോലെ തോന്നി. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. കൃഷ്ണനാവട്ടെ ആരാണെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ ദേവദത്തനെ നോക്കി. നമ്മുടെ കൗസല്യയുടെ മകളാണ് ജാനകി. കൃഷ്ണന്റെ നോട്ടം മനസ്സിലാക്കി ദേവദത്തൻ പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണന്റെ മുഖത്തെ സംശയം മാറി സന്തോഷം നിറഞ്ഞു. ജാനകി മെല്ലെ തലയുയർത്തി സോഫയിലിരിക്കുന്ന കൃഷ്ണനെയും പുഞ്ചിരിയോടെ നോക്കി. ശേഷം തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന റാമിനെ കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഞാൻ കാണുന്നത് സ്വപ്നമാണോ അല്ല യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്ക് തോന്നി. കാരണം റാമിനെ തന്നെ മലമുകളിൽ നിന്ന് രക്ഷിക്കാനായി സ്വപ്നം കണ്ട അതേ പയ്യന്റെ മുഖച്ചായ. ജാനകിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന റാമിൻ്റെ അടുത്തേക്ക് ചെന്ന് മെല്ലെ അവൻ്റെ പുറത്തേക്ക് തട്ടി അവൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു, ഏട്ടാ നോക്കി മതി വെള്ളം ഇറക്കിയത്. രമ്യയുടെ വിളി കേട്ടാണ് റാം സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവൻ രമ്യയെ രൂക്ഷമായി ഒന്ന് നോക്കി. അവൾ അവനെ തന്നെ നോക്കി പല്ലിളിച്ച് കാണിച്ചു. മോളെ. അനിതയുടെ വിളി കേട്ടാണ് ജാനകിയും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. ജാനകിയെ കണ്ടതും കൃഷ്ണൻ എഴുന്നേറ്റ് ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും മിണ്ടാതെ അവളുടെ നെറുകയിൽ തലോടി. ആരോടും മിണ്ടാതെ അകത്തേക്ക് പോയി. ജാനകി ഒന്നും മനസ്സിലാവാതെ അനിതയെ നോക്കി. ജാനകിയുടെ നോട്ടം കണ്ട് അനിത ഒന്നുമില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. പിറ്റേ ദിവസം അനിതയും ജാനകിയും ദേവകിയും അവരുടെ അടുത്ത ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്.
അവരുടെ കൂടെ റാമുമുണ്ട്. ദേവകി ജാനകിയുടെ പേരിലും റാമിന്റെ പേരിലും വഴിപാട് കഴിപ്പിച്ചു. അവർ അമ്പലം വലം വെച്ചുകൊണ്ടിരിക്കെ റാമിന് ഒരു ഫോൺ കോൾ വന്നു. റാം ആ ഫോൺ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് ചെന്നു. റാം അമ്പലത്തിന്റെ പുറത്തെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. അതേ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കെയാണ് റാം ഇന്നലെ കണ്ട അതേ സന്യാസി. ആ സന്യാസി മെല്ലെ കണ്ണുകൾ തുറന്നു. മകനെ രാമ. റാം സന്യാസിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ സന്യാസി പറഞ്ഞത് റാമിന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ കേട്ടു തിരിഞ്ഞു. എന്താ മകനെ നോക്കുന്നത്? ഇവിടെ ഇരിക്കെ. സന്യാസി റാമിനെ നോക്കി പറഞ്ഞു. റാം ആദ്യം ആ പറഞ്ഞത് വില വെച്ചില്ലെങ്കിലും ആ സന്യാസിയുടെ അടുത്ത് ചെന്നിരിക്കാൻ അവൻ്റെ മനസ്സ് പറയുന്നത് പോലെ തോന്നി. അവൻ ഫോൺ കട്ട് ചെയ്ത് സന്യാസിയുടെ അടുത്ത് ചെന്നിരുന്നു. പുണർദം നക്ഷത്രക്കാരൻ, പേര് പോലെ തന്നെ സാക്ഷാൽ ശ്രീരാമന്റെ നക്ഷത്രം. മേടമാസത്തിൽ പുണർദം നക്ഷത്രത്തിൽ ജനനം. ശരീരത്തിൻ്റെ പുറകിൽ ശംഖിൻ്റെ മറുകായി ജനിച്ചവൻ. തൻ്റെ പേരും നക്ഷത്രവും കൃത്യമായി പറയുന്നത് കേട്ട് അത്ഭുതത്തോടെ ആ സന്യാസിയെ നോക്കി നിൽക്കുകയാണ് റാം. അതേസമയം ദേവകിയും അനിതയും ജാനകിയും അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് ആ സന്യാസി ജാനകിയുടെ മുഖത്തേക്ക് നോക്കി. ആ കൈ ഒന്ന് നീട്ടുകുട്ടി. ജാനകിയുടെ കൈ നോക്കി സന്യാസി പറയാൻ തുടങ്ങി. ജാനകി അഥവാ സീത, മകം പിറന്ന മങ്ക, കാൽപാദത്തിൽ താമരയുടെ മറുകുമായി ജനിച്ചവൾ. തൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നത് കേട്ട് ജാനകി ആ സന്യാസിയെ തന്നെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ശേഷം റാമിനോട് അവൻ്റെ കൈ നീട്ടാനായി പറഞ്ഞു. രണ്ടുപേരുടെ കൈയും ഒരേ സമയം നോക്കിയ ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കി സന്യാസി ജാനകിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാക്ഷാൽ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും നക്ഷത്രത്തിൽ പിറന്നവർ, ഒന്നിക്കാനായി ജനിച്ചവർ. അത് കേട്ടതും ജാനകിയുടെ മുഖം മാറി. അവൾ പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിച്ചു. സന്യാസിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, വേണ്ടാത്തത് പറയരുത്. എൻ്റെ കല്യാണം മറ്റൊരാളുമായി നിശ്ചയിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ജാനകി പറഞ്ഞത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ സന്യാസി തുടർന്നു, മകള് പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷേ എല്ലാം ദൈവവിധി. അല്ലെങ്കിൽ എവിടെയോ കിടന്ന മകൾ ഇന്നിവിടെ എൻ്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വിധി. നിങ്ങളാണ് ഒന്നിക്കാനായി ജനിച്ചവർ. പക്ഷേ മതി, വിഡ്ഢിത്തരം പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി അവളുടെ കൈകൾ വലിച്ച് കാറിനടുത്തേക്ക് പോന്നു. റാമും അവളുടെ ഭാഗം ശരിയാണെന്ന് വാദിച്ചു. അവനും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. ദേവകിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അത് കണ്ട് ദേവകിയും അനിതയും നോക്കി ആ സന്യാസി പറഞ്ഞു, ഈ വരുന്ന പൗർണമിക്കുള്ളിൽ അവരുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്ന വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. സന്യാസി പറഞ്ഞത് കേട്ട് അവരുടെ വാക്ക് വിശ്വസിക്കണമെന്ന് അറിയാതെ ദേവകിയും അനിതയും അവിടെ തന്നെ നിന്നു. ഇതേ സമയം കാറിനടുത്ത് റാമും ജാനകിയും നിൽക്കുന്നു. ജാനകി, ആ സന്യാസി പറഞ്ഞത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. റാം ജാനകിയെ നോക്കി പറഞ്ഞു, ഞാനൊരു വലിയ കാര്യമായി എടുത്തിട്ടില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിതയും ദേവകിയും അങ്ങോട്ടേക്ക് വന്നു. 4 പേരും കാറിൽ കയറി അവിടെ നിന്ന് പോയി. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, നിങ്ങൾ ഒരിക്കൽ എന്നെ തേടി വരും. അതും പറഞ്ഞ് ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ സന്യാസി ഇരുന്നിടത്ത് നിന്ന് അപ്രത്യക്ഷിതനായി. അന്നേ ദിവസം രാത്രി ജാനകി രൂപേഷിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാനകി അന്ന് നടന്നതെല്ലാം രൂപേഷിനോട് പറഞ്ഞു. അവൻ അതൊരു ചിരിയോടെ കെട്ടുകഥ കേൾക്കുന്ന പോലെ തള്ളിക്കളഞ്ഞു. രൂപേഷിന്റെ ഫോൺ വെച്ച ശേഷം ജാനകി ഇതേ കാര്യം അച്ഛനെയും അമ്മയെയും വിളിച്ചു പറഞ്ഞു. റാം തൻ്റെ മുറിയിൽ ലാപ്ടോപ്പിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്ന് അവന് ഉറക്കം വന്നു. ലാപ്ടോപ്പ് ഓഫ് ചെയ്തു. കട്ടിലിൽ ചെന്ന് മൂടി പുതച്ച് കിടന്നു. ദേവകിയും അനിതയും കൃഷ്ണനോടും ദേവദത്തനോടും അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രമ്യയും അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ജാനകിയും ഉറങ്ങാൻ കിടന്നു. ആ സമയം അവളുടെ മനസ്സിലേക്ക് മലമുകളിൽ നിന്ന് രക്ഷിക്കുന്ന റാമിന്റെ മുഖം വീണ്ടും തെളിഞ്ഞു വന്നു. ആദ്യം മരതകം, പിന്നെ ത്രയംബകൻ, ഇപ്പോൾ ഇതാ റാം. താൻ പോലും അറിയാതെ തൻ്റെ സ്വപ്നത്തിൽ ആരൊക്കെയാണ് വരുന്നതെന്ന സംശയത്തിൽ ഉറക്കം വരാതെ അവൾ കിടന്നു. മോളെ പാറുക്കുട്ടി. ഒരു ലോക്കറ്റുള്ള മാല പാറുക്കുട്ടിയുടെ നേരെ ചിരിയോടെ അച്ചമ്മ നീട്ടി. പാറുക്കുട്ടി അത് സന്തോഷത്തോടെ വാങ്ങി. ഒരു വട്ടത്തിൽ സിംഹത്തിൻ്റെ മുഖം കൊത്തിയ
തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലോക്കറ്റായിരുന്നു ആ മാലയിൽ. പാറുക്കുട്ടി കൗതുകത്തോടെ ആ ലോക്കറ്റ് തുറക്കാനായി നോക്കി. ഇപ്പോ വേണ്ട, പാറുക്കുട്ടി വലുതായി മുതിർന്ന് പെൺകുട്ടിയാവുമ്പോൾ മാത്രം ഇത് തുറന്നാൽ മതി. മേശയുടെ വലുപ്പിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്തുകൊണ്ട് അച്ചമ്മ പാറുക്കുട്ടിയോട് പറഞ്ഞു. എന്നിട്ട് പാറുക്കുട്ടിയുടെ കയ്യിലെ ആ മാല വാങ്ങി ആ ബോക്സിലിട്ട ശേഷം പാറുക്കുട്ടിക്ക് കൊടുത്തു. ഇപ്പോൾ ഈ ബോക്സ് എൻ്റെ കയ്യിലിരിക്കട്ടെ. നീ ഒരു മുതിർന്ന പെൺകുട്ടിയാവുമ്പോൾ മാത്രം ഇത് തുറന്നാൽ മതി. പെട്ടെന്ന് ജാനകി ഞെട്ടി ഉണർന്നു. അവൾ അവളുടെ റൂമിലെ ലൈറ്റുകളിട്ടു. അലമാരയിൽ നിന്ന് അവളുടെ ട്രാവൽ ബാഗ് എടുത്ത് അത് തുറന്നു. ബാഗിലെ കുറേ തുണികൾ എടുത്തു മാറ്റി. ബാഗിൻ്റെ ഏറ്റവും അടിയിലായി അച്ചമ്മ പാറുക്കുട്ടിക്ക് കൊടുത്ത ആ ബോക്സ് കിടക്കുന്നു. ജാനകി തന്നെയാണ് ആ പാറുക്കുട്ടി. അവളിപ്പോൾ മുതിർന്ന് വലിയൊരു കുട്ടിയായിരിക്കുന്നു. അവൾ പതിയെ ആ ബോക്സ് എടുത്ത് അതിലെ മാല എടുത്തു. മാലയിലെ ലോക്കറ്റ് തുറന്നു. അപ്പോൾ ആ ലോക്കറ്റിൽ ഒരു ചെറിയ താക്കോൽ കിടക്കുന്നുണ്ടായിരുന്നു. അവളത് അതിശയത്തോടെ നോക്കി. എത്രയും പെട്ടെന്ന് അച്ചമ്മയുടെ നാട്ടിലേക്ക് പോകണം. ഈ താക്കോലിൻ്റെ രഹസ്യം അറിയണം. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. അപ്പോൾ തന്നെ അവൾ പുറത്തേക്ക് പോയി റാമിൻ്റെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്നു. റാമിൻ്റെ വാതിലിലൊന്ന് മുട്ടി. അല്പനേരം കഴിഞ്ഞ് ഉറക്കച്ചെടവോടെ റാം വാതിൽ തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജാനകിയെ കണ്ട് അത് ഉറക്കച്ചെടവോടെ റാം ചോദിച്ചു, എന്താ ജാനകി ഈ നേരത്ത്? നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, എൻ്റെ കൂടെ വരാമോ? ജാനകി പെട്ടെന്ന് അവനോട് പറഞ്ഞു. എങ്ങോട്ട്? അത് ഞാൻ നാളെ പറയാം, എന്നാൽ നാളെ കാണാം. അതും പറഞ്ഞ് ജാനകി കിടക്കാനായി പോയി. ജാനകി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഒന്നും ചോദിക്കാതെ റാമും കിടക്കാനായി ചെന്നു. അതേസമയം കാട്ടിനുള്ളിലെ ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുകയാണ് ആ സന്യാസി. ആ കോവിലിലെ ദീപങ്ങൾ വീണ്ടും തനിയെ തെളിഞ്ഞു. നട തനിയെ തുറന്നു. ദേവി ഞാൻ പറയേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. ഈ പൗർണമിക്കുള്ളിൽ അവരുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് ആർക്കും തടയാനാവില്ല. അതേസമയം കാടിൻ്റെ മറ്റൊരു വശത്ത് ഒരു കറുത്ത കാവി അണിഞ്ഞ ഒരു വിരൂപിയായ സന്യാസി കയ്യിലൊരു പന്തവുമേന്തി ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. ഗുഹയ്ക്കകത്ത് കയറിയതും അവിടെ കിടന്ന കുറെ പന്തങ്ങൾ സന്യാസിയുടെ കയ്യിൽ കത്തിക്കൊണ്ടിരുന്ന പന്തം കൊണ്ട് കത്തിച്ചു. പെട്ടെന്ന് ഗുഹ നിറയെ പ്രകാശഭരിതമായി. ഗുഹയുടെ ഒരു വശത്ത് ജാനകിയുടെ കാൽപാദത്തിലുള്ളതുപോലെ ഒരു താമരയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ആ രൂപത്തിന്റെ ഇടത്തുവശത്ത് റാമിന്റെ പുറത്തുവശത്തുള്ളതുപോലെയുള്ള ശംഖിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല. ഈ സമയം ഇടിഞ്ഞു പൊളിഞ്ഞ കോവിലിന് മുന്നിൽ പൗർണമിയാവാൻ ഇനി 5 ദിവസങ്ങൾ മാത്രം. അതിനുള്ളിൽ അവൻ അവരെ കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടിയാൽ പിന്നെ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. ഈ സമയം താമരയുടെ രൂപത്തിൽ വലത്തുവശത്ത് നോക്കി അവിടെ മറ്റൊരു രൂപം കൂടി കൊത്തിവച്ചിരിക്കുന്നു. പക്ഷേ അത് തീരെ വ്യക്തമായിരുന്നില്ല. ആ സന്യാസി ആ വ്യക്തമല്ലാത്ത രൂപത്തിൻ്റെ താഴെയുള്ള പന്തത്തിൽ തീ കൊളുത്തി. ആ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ആ രൂപം വ്യക്തമായി കണ്ടു. അത് ഒരു നാഗത്തിൻ്റെ രൂപമാണ്. ഇനി നിന്റെ വരവിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ നാഗത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കി സന്യാസി പറഞ്ഞു. വീണ്ടും ഇതേ സമയം കോവിലിന് മുന്നിൽ അവൻ അവരുമായി കണ്ടുമുട്ടരുത്. ആ നാഗത്തിൻ്റെ രൂപവും രാവണന്റെ സ്വഭാവമുള്ളവൻ. സന്യാസി സങ്കടത്തോടെ ശ്രീകോവിലിലെ ദേവിയെ നോക്കി. പെട്ടെന്ന് അവിടെ ശക്തമായി കാറ്റടിച്ചു. ആ കാറ്റിൽ കോവിലിന്റെ ഒരു മതിലിൽ കുടുങ്ങിക്കിടക്കുന്ന മണ്ണും പൊടിയും പിടിച്ച പട്ടിൽ പൊതിഞ്ഞ ചെറിയ ചെമ്പ് പാത്രം കെട്ടൊഴിഞ്ഞു വീണു. ആ പാത്രം ഉരുണ്ട് ഒരു കല്ലിലിടിച്ച് തനിയെ തുറന്നു. ചെമ്പിൽ നിന്നൊരു പുക ഉയർന്നു വന്നു. ആ ചെറിയ പുക പിന്നീട് ഒരു വലിയ പുക കൂമ്പാരമായി മാറി. ആ സന്യാസി നോക്കി നിൽക്കെ ആ പുകപടലത്തിൽ നിന്ന് 2 ചുവന്ന വലിയ കണ്ണുകൾ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് ആ പുകപടലം അഴിച്ചിട്ട മുടിയും കത്തിക്കരിഞ്ഞ മുഖവും ചുവന്നു തുടുത്ത വലിയ രക്തകണങ്ങളും അടങ്ങുന്ന തല മാത്രമടങ്ങിയ ഉടലിനു പകരം പുകപടലങ്ങൾ മാത്രമുള്ളൊരു രൂപം. ഇനി ഞാനുണ്ടാവും മാർക്കണ്ഡേയ, അവനിൽ നിന്ന് അവരുടെ രക്ഷയ്ക്കായി. മാർക്കണ്ഡേയൻ ആ രൂപത്തെ ആരാധനയോടെ തൊഴുതു. ആരാണ് ഈ രക്ഷസ്? ആരാണ് ആ നാഗത്തിൻ്റെ രൂപമുള്ളവൻ? എന്താണ് ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം?